മാൻകൊമ്പും കുറുക്കന്റെ രോമവും വിൽപ്പന നടത്താൻ ശ്രമിച്ച കേസിലെ 5 പേരെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. നെയ്യാറ്റിൻകര അറക്കുന്നു ഭാഗത്തെ ജ്യൂസ് ഷോപ്പിലാണ് വിൽപ്പനയ്ക്കായി വന്യജീവിയുടെ അവശിഷ്ടങ്ങളുമായി എത്തിയ സംഘത്തെ വനം വകുപ്പ് പിടികൂടിയത്. നെയ്യാറ്റിൻകര അരുവിപ്പുറം ഇരുമ്പിൽ സ്വദേശി ജിംഷിൻ, എറണാകുളം സ്വദേശികളായ ജയൻ, മനോജ്, കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി ചെറിയാൻ, മാരായമുട്ടം സ്വദേശി ഷിജുലാൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മാൻകൊമ്പ് ഏകദേശം 5 ലക്ഷം രൂപയ്ക്ക് വിൽപ്പനയ്ക്കാണ് സംഘം എത്തിച്ചതെന്നാണ് വനം വകുപ്പിൻ്റെ കണ്ടെത്തൽ. ജിംഷിനും ഷിജു ലാലുവുമാണ് മാൻകൊമ്പുമായി സ്ഥലത്തെത്തിയതെന്നാണ് ചോദ്യം ചെയ്യലിൽ വനം വകുപ്പിന് ലഭിച്ച വിവരമെന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. കുറുക്കൻ്റെ രോമം 2 ലക്ഷം രൂപയ്ക്ക് വിൽപ്പന നടത്താനാണ് ജയൻ, മനോജ്, ചെറിയാൻ എന്നിവർ എത്തിയതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ആഭിചാര ക്രിയകൾക്കായി ഉപയോഗിക്കുന്നതിനാണ് കുറുക്കൻ്റെ രോമം കൊണ്ടുവന്നതെന്നാണ് ചോദ്യം ചെയ്യലിൽ പ്രതികൾ വനം വകുപ്പിനെ അറിയിച്ചത്. കുറുക്കൻ്റെ രോമത്തെ ചിലർ കുറുക്കൻ്റെ കൊമ്പ് എന്ന പേരിലും വിശേഷിപ്പിക്കുന്നതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. വന്യജീവികളുടെ അവശിഷ്ടങ്ങൾ വിൽപ്പന നടത്തുന്നതിനായി പ്രതികൾ എത്തിയത് സംബന്ധിച്ച് രഹസ്യ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് വനം വകുപ്പ് നടത്തിയ പരിശോധനയിൽ ഇവരെ പിടികൂടുന്നത്. വന്യജീവി സംരക്ഷണ വ്യവസ്ഥകൾ പ്രകാരമാണ് അറസ്റ്റ്. കേസിലെ പ്രതിയായ ചെറിയാൻ മുമ്പും അഞ്ചൽ റേഞ്ച് ഓഫീസിൽ ഇരുതലമൂരി കേസിലെ പ്രതിയാണ്. മാൻകൊമ്പും കുറുക്കൻ്റെ രോമവും വിൽപ്പന നടത്തുന്നതിനാണ് നെയ്യാറ്റിൻകരയിൽ എത്തിയതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിലെ വിലയിരുത്തൽ. പരുത്തിപ്പള്ളി വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് നടപടി. റേഞ്ച് ഓഫീസർ വിപിൻ ചന്ദ്രൻ വി, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അനിൽകുമാർ, വനപാലകരായ രാഹുൽ സിംഗ്, ജിജിമോൻ, മായ, രമ്യ, സുകന്യ, കാവ്യ, രാജേഷ്, സുരേന്ദ്രൻ എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതികളെ പിടികൂടിയത്. അറസ്റ്റിലായ പ്രതികളെ വനം വകുപ്പ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ് വനം വകുപ്പ്. മാൻകൊമ്പും കുറുക്കൻ്റെ രോമവും ഇവർക്കെവിടെ നിന്ന് കിട്ടിയെന്നും വനം വകുപ്പ് അന്വേഷണം നടത്തി വരുന്നുണ്ട്. മുൻപും ഇത്തരത്തിൽ മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ വിൽപ്പന നടത്തിയിട്ടുണ്ടോ എന്നും പരിശോധന നടന്നു വരികയാണ്.